ഏവർക്കും സിയോൺ ട്രാവൽ ഡയറീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഒരു ആമ്പൽക്കുളവും പുൽത്തകിടിയും നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം എടുത്ത് അവിടെ ഒരു വാർത്ത തൊടി വാങ്ങി വയ്ക്കുക. ഇത് സിമൻ്റ് ഇട്ട് വൃത്തിയാക്കി തേച്ച ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്ററിൽ ഒരു പൈപ്പ് നാട്ടുക. നമുക്ക് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി സിമൻറ്റ് നന്നായിട്ട് ഉണങ്ങിയ ശേഷം 8 മണിക്കൂർ നേരത്തേക്ക് സിമൻറ്റിൻ്റെ പശപ്പ് മാറാൻ വേണ്ടിയിട്ട് വാഴയിലയും വാഴപ്പിണ്ടിയും ഇട്ട് വയ്ക്കുക. 1-2 വെള്ളത്തിൽ തൊടി നല്ലതായിട്ട് കഴുകിയ ശേഷം തൊടി വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് തൊടിയും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കാം. പെയിൻ്റ് അടിച്ച ശേഷം ഒരു ദിവസത്തേക്ക് നമുക്ക് പെയിൻ്റ് ഉണങ്ങാനായിട്ട് ഇടാം. പെയിൻറ് ഉണങ്ങിയതിന് ശേഷം ഇനി നമുക്ക് വാങ്ങി വെച്ച പുൽത്തകിടുകൾ ഓരോന്നായിട്ട് പാകി കൊടുക്കാം. സ്ഥലത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് പുൽത്തകിടി കട്ട് ചെയ്താണ് നമ്മൾ പാകേണ്ടത്. നമ്മളിപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സ്ഥലത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് നമ്മൾ പുൽത്തകിടി പാകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കൈവശമുള്ള പുൽത്തകിടികളെല്ലാം പാകി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ സംവിധാനങ്ങളാണ് ചെയ്യുവാനുള്ളത്. അതിനായിട്ട് നമുക്ക് ഒരു വയർ വലിച്ച് ഡൂമും ലൈറ്റും അതിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഡൂമും ലൈറ്റും കണക്ട് ചെയ്ത് കഴിഞ്ഞു. രാത്രി സമയങ്ങളിൽ ഈ ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് നമ്മുടെ തൊടിക്ക് നല്ലൊരു ആംബിയൻസ് തന്നെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് തൊടിക്ക് അകത്ത് വേറൊരു കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് തൊടിക്കകത്ത് അടിച്ചിരിക്കുന്നത്. ഇനി അത് നമുക്ക് നന്നായിട്ട് ഉണങ്ങാനുള്ള സമയം കൊടുക്കാം. ഇനി ഈ പുല്ലിനിടയിലുള്ള നമുക്ക് കാണാൻ കഴിയുന്ന ഗ്യാപ്പുകളൊക്കെ നമുക്ക് പൊടിമണ്ണ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ചിതൽ ശല്യവും ഫംഗൽ ബാധയും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുല്ലിന് മരുന്ന് തളിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മാൻസബ്, ടാൻബാൻ എന്നീ 2 മരുന്നുകളാണ്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് തൊടിയുടെ അടിവശത്തേക്ക് കഴുകിയ മെറ്റലുകൾ ഇട്ട് കൊടുക്കാം. വെള്ളത്തിന് ഒരു തണുപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വാങ്ങി വെച്ച ആമ്പൽ ചെടി വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമ്മൾ കുറച്ച് പൈപ്പുകൾ എടുത്ത് ഇതേ മാതൃകയിൽ കണക്റ്റ് ചെയ്ത് തൊടിയുടെ ഒരു സൈഡിലായിട്ട് നമുക്ക് കൊടുക്കാം. തൊടിയിൽ അധികം വരുന്ന വെള്ളമൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സംവിധാനം ചെയ്തിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഇടയ്ക്ക് നമ്മൾ തൊടിയുടെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ വാങ്ങി വെച്ച കോഴിക്കാർപ്പ് മീനുകളെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഏകദേശം 3 പെയർ മീനാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. ഇനി പകൽ സമയത്ത് കൊക്ക് തുടങ്ങിയ പക്ഷികളൊന്നും നമ്മുടെ മീനിനെ കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷനായിട്ട് ഒരു പഴയ വല ഈ രീതിയിൽ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. പുല്ലിന് നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം ഒഴിക്കേണ്ടതും അതുപോലെ തന്നെ മീനിന് കൃത്യമായ ഇടവേളകളിൽ തീറ്റയും കൊടുക്കേണ്ടതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.